തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിനെ അയോഗ്യനാക്കി വിജ്ഞാപനം പുറത്തിറക്കി. MLA സ്ഥാനത്തു നിന്നുമാണ് അയോഗ്യനാക്കിയത്. നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെതാണ് നടപടി. വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, നിയമസഭാ സെക്രട്ടേറിയറ്റാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. KP, അല്പസമയത്തിന് മുമ്പാണ് നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തു നിന്നും ഉത്തരവ് വന്നിരിക്കുന്നത്. 1951 ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചാണ് ആന്റണി രാജുവിനെ, മുൻ മന്ത്രിയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നുള്ള MLA ആന്റണി രാജുവിനെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത്. തൊണ്ടിമുതൽ നശിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട കോടതി വിധി വന്നിരുന്നു. നെടുമങ്ങാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിക്ക് വന്നതിന് പിന്നാലെയാണ് അയോഗ്യനായത്. തുടർന്നാണ് സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്ത്, നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഉത്തരവ് ഇറങ്ങിയത്. അല്പസമയം മുമ്പാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. തൊണ്ടിമുതൽ നശിപ്പിച്ച കേസ് വലിയ രീതിയിൽ 35 കൊല്ലങ്ങൾക്ക് മുമ്പ് 1990 ഒരു വിദേശ പൗരൻ തിരുവനന്തപുരത്ത് എത്തുകയും, അതായത് ഡ്രഗുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പിടികൂടുന്നു വിമാനത്താവളത്തിൽ. ആ പിടികൂടിയതിനു ശേഷം ആ വിദേശ പൗരനെ രക്ഷിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കോടതിയിൽ നിന്നും തൊണ്ടിമുതൽ മോഷ്ടിച്ച് കടത്തുകയും അത് വെട്ടിച്ചുരുക്കി അതിനെ പാകമല്ലാത്ത രീതിയിലാക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ ഒരു കേസിലാണ് ഒടുവിൽ വിധി വന്നിരിക്കുന്നത്. 34 കൊല്ലത്തിന് ശേഷമാണ് ഇക്കഴിഞ്ഞ ദിവസം ആന്റണി രാജുവിനെ ശിക്ഷിച്ചുകൊണ്ട് വിധി വന്നിരിക്കുന്നു. 3 വർഷം ശിക്ഷിക്കുകയാണ്. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് 2 വർഷത്തിൽ കൂടുതൽ ജയിൽ ശിക്ഷ വിധിക്കുകയാണെങ്കിൽ നിയമസഭാ സാമാജികനായിട്ടുള്ള സ്ഥാനം അയോഗ്യനാകും. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള 1951 ഈ നിയമം അനുസരിച്ചാണ് ഇപ്പോൾ അയോഗ്യനാക്കിക്കൊണ്ട് ആന്റണി രാജുവിനെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഉത്തരവ് നിയമസഭാ സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഉത്തരവ് പുറത്തിറങ്ങിയത്. KP, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.